ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CCൻ്റെ കൂടെ നമ്മൾ BCom ചെയ്യണോ, അല്ലെങ്കിൽ BComൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലത്തുള്ള യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷനാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോണത് ACCൻ്റെ കൂടെ നമ്മൾ BCom എടുക്കണോ, അത് എവിടെ നിന്ന് എടുക്കും, പിന്നെ BComൽ എന്തുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടി ആഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോണത്. നമുക്ക് ആദ്യത്തെ ആ ഏരിയയിൽ നിന്ന് തുടങ്ങാം. ACCൻ്റെ കൂടെ BCom എടുക്കണോ? നിങ്ങൾ BCom എന്തായാലും എടുക്കണം എന്നതാണ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ BCom എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ടായിരിക്കും വരിക. മെയിനായിട്ട് നിങ്ങൾ ACC എടുക്കുന്നത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. പക്ഷെ ചില സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് പുറത്ത് പോകണ്ടാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരും എന്നെ പോലെ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും +2 മാത്രമായിരിക്കും. +2 കഴിഞ്ഞിട്ട് ACC എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും BCom ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. ഇനി എവിടെ നിന്ന് BCom എടുക്കണം ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുക്കരുത്, അതായത് ഒരു വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി എടുക്കരുത്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് തന്നെ BCom എടുക്കാൻ വേണ്ടി നോക്കുക. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ IGNOU, MG യൂണിവേഴ്സിറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom എടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ പേര് കേൾക്കാത്ത കുറേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഒന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് BCom ജസ്റ്റ് പാസ്സായാൽ മാത്രം പോരാ, അത്യാവശ്യം മാർക്ക് വാങ്ങിച്ച് തന്നെ പാസ്സാകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും പുറത്തു പോകുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ACC എടുത്തതും. ഞാൻ BComൻ്റെ 3rd ഇയർ കഴിഞ്ഞിട്ട് പിന്നെ PG അവിടെ പോയി ചെയ്യുക എന്നൊക്കെ ഒരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2nd ഇയറിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, എന്നിട്ട് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നേരെ പോകാം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ACC നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ACCയിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. ഈ ഒരു ACC ഉള്ളത് കൊണ്ട് തന്നെ പുറത്ത് പെട്ടെന്ന് കിട്ടും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ BComൽ അത്ര ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് എക്സാമിൻ്റെ തലേദിവസം എടുത്ത് പഠിക്കുന്ന പരിപാടിയായിരുന്നു. അത് ജസ്റ്റ് അങ്ങനെയെങ്കിലും പാസ്സായി പോവുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. അവിടെ എനിക്ക് പണി കിട്ടിയത് ഈ 2nd ഇയർ സമയത്ത് ഞാനൊരു എക്സിബിഷന് പോയിട്ടായിരുന്നു. എക്സിബിഷനല്ല, മറ്റേ കരിയർ ഫെയർ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു, സാന്റാമോണിക്ക നടത്തുമായിരുന്നു. അപ്പോൾ കുറേ യൂണിവേഴ്സിറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, അത് പല കൺട്രീസിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് അയർലാൻഡിലേക്കായിരുന്നു. അയർലാൻഡിൽ എന്തെങ്കിലും PG ചെയ്യണമെന്നൊരു ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ACCക്കാർ കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് BComൽ നല്ലൊരു മാർക്ക് വാങ്ങണമെന്നായിരുന്നു. അതായത് ACC ഉണ്ടെങ്കിൽ പോലും അവർ BComൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക എന്നാണ് അവിടെ ഉള്ളവർ എനിക്ക് പറഞ്ഞത്. എൻ്റെ വിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ ACC ഉണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി പോവുക എന്നായിരുന്നു. നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, അപ്പോൾ ഇതൊക്കെ വാല്യൂബിൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. ആ സമയത്ത് ഏകദേശം അത്യാവശ്യം നല്ല പേപ്പർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വർഷം കൊണ്ട് ഞാൻ ACCയും കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ BComഉം കംപ്ലീറ്റ് ആയി, ACCയും കംപ്ലീറ്റ് ആയി, രണ്ടും കൂടി നല്ലൊരു ക്വാളിഫിക്കേഷൻ ആകും എന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് ACC ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് BComൽ എന്താണോ മാർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ നടത്തുകയാണ്. വേണമെങ്കിൽ ACCയെ അവിടെ പോയി പഠിക്കുക, അയൺ പേപ്പർ എക്സംഷൻ കിട്ടിയിട്ട് അവർ ACC പഠിപ്പിക്കും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് അന്ന് അവർ അഡ്വൈസ് തന്നത്. ഇതിൻ്റെ സത്യം എത്രത്തോളം ആണെന്ന് ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയില്ല. കാരണം പിന്നെ കുറച്ച് സാഹചര്യം വന്നുകൊണ്ട് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ സാന്റാമോണിക്ക തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അവരും പറഞ്ഞത് ഈ സെയിം ഡയലോഗായിരുന്നു, നമ്മൾക്ക് BComൻ്റെ മാർക്കാണ് അടിസ്ഥാനം, അല്ലാണ്ട് ACCയെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവരും പറഞ്ഞത്. ഇനിയിപ്പോൾ ആ കണ്ടന്റ് മാത്രം പ്രശ്നമാണോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടുമില്ല. പിന്നീട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ BCom എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സാകാൻ വേണ്ടി നോക്കുക. ഇഫ് സപ്പോസ് നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ഒരു PG ചെയ്യുകയാണെങ്കിലും ഈ മാർക്കുള്ളത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾ ACC പഠിക്കുകയാണെങ്കിലും അത് പാസ്സാവാനുള്ളത് നോക്കുക. കൂടെ തന്നെ BComഉം അത്യാവശ്യം പഠിച്ച് തന്നെ പാസ്സാവാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് മാറണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയിരിക്കും. ഈ BComൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ഹൈ പൊസിഷനിൽ നല്ല സാലറിക്ക് ജോലി കിട്ടും എന്നല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ BCom ആയിരിക്കും നിങ്ങളുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് ജോബിന് കയറുന്ന സമയത്ത് ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ചില കമ്പനികൾ ചില ജോബ് റോൾസിന് അവർ പറയും BCom വിത്ത് ACC എന്ന്. അതിലും BComൽ ഇത്ര മാർക്ക് വേണം എന്നൊന്നും പറയില്ല, ജസ്റ്റ് BCom ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ.
അവർ മോസ്റ്റ്ലി എല്ലാ കമ്പനികളും ചോദിക്കാറില്ല, ചോദിക്കുന്ന കമ്പനി ആണെങ്കിലും ജസ്റ്റ് ഡിഗ്രി ഉണ്ടോയെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ മാക്സിമം നിങ്ങളുടെ ഇൻപുട്ട് കൊടുക്കാൻ നോക്കുക, എന്നിട്ട് അതിലത്തെ മാക്സിമം ഔട്ട്പുട്ടും എടുക്കാൻ നോക്കുക. സോ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.